എന്താ ആ സമയത്താണ് ഈ പറയുന്ന ചന്തപുരം മസ്താനി എന്നുള്ള വേർഡ് അക്ബർ വിളിക്കുന്നത്. പ്ലീസ് ലിസൺ ടു മീ. അല്ലല്ല എനിക്ക് എന്തോ ഒരു ഫീൽ ചെയ്തു, ഒരു ഇൻകംപ്ലീറ്റ്നെസ്. എന്നെയും ലക്ഷ്മീനെയും ജനറൽ കമ്പാർട്ട്മെന്റിലെ കക്കൂസുകളാണ് നിങ്ങൾ രണ്ടുപേരും വിളിക്കുന്നുണ്ട്. ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ മാപ്പ് കൊടുക്കൂ മാപ്പ്. ഞാൻ ചുമ്മാ തള്ളുന്നല്ല. അപ്പൊ അങ്ങനെ കുറെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആക്ച്വലി എപ്പിസോഡിൽ വന്നില്ല. വന്നില്ല. അപ്പൊ ഞാനും പറയുന്നുണ്ട് അപ്പാനിക്കളിയൊക്കെ അങ്ങ് അങ്കമാലി കാണിച്ചാൽ മതി, ഇവിടെ കാണിക്കണ്ട എന്ന് ഞാനും പറയുന്നുണ്ട്. അപ്പാനി കസേരയിൽ എണീറ്റിട്ട് എന്റെ അടുത്തേക്ക് എന്തോ ഈ വാക്ക് തർക്കത്തിന്റെ ഇടയിൽ വന്നിട്ട് ഒരു തെറി വിളിച്ചു. ഇനിയോമാരെ ബാക്കി വെച്ചാ നമ്മളെല്ലാം പള്ളി ചെന്ന് അന്ത്യകൂദാശ കൈക്കൊണ്ടാച്ചാ മാത്രം മതി. അതെനിക്ക് നമ്മൾ നോർമലി കേൾക്കുന്ന ഒരു സാധനമല്ല, കുറച്ചുകൂടി വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു തെറിയാണ് വിളിച്ചത്. രണ്ട് ചുണക്കുട്ടികൾ കിഴക്കെടുത്ത് കയറി തെറി കൊണ്ട് അഭിഷേകം നടത്തുന്നു. നല്ല വെറൈറ്റി തെറികൾ. ഒരു സട്ട് ഷെയ്മിങ് പോലത്തെ ഒരു സാധനം. അതേടാ ഞാൻ ബാസ്റ്റേഡാടാ പട്ടി. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ പട്ടി തിള്ളി റാസ്കൽ. അത് പറയുമ്പോഴാണ് ഞാൻ പറയുന്നത് നിനക്ക് പുറത്ത് ഗർഭിണിയായ ഭാര്യയില്ലേ, അതിനെ വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചത് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് പുറത്തു വന്നു. നീ തറവാട് വിട്ട് പുറത്തു വരും, അന്ന് ഞങ്ങൾ തരും പലിശ മുതലേം ചേർത്ത്. ആ ഒരു നീ പറഞ്ഞ പാട്ട് മാത്രം വെളിയിൽ വന്നു. അതാണ് അപ്പാനി പറഞ്ഞു ഒന്നും വന്നില്ല. വെരി ഗുഡ്. നിങ്ങൾ കേറുന്ന അന്ന് കേറുന്നതിന്റെ തലേ ദിവസം രാത്രി ഒരു വലിയ അടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെ. ഓർമ്മ വരുന്നില്ല. സമയത്ത് ആദിലേനെ അപ്പാനി ഒരു ഇതുപോലത്തെ ഒരു മോശം വേർഡ് പറയുന്നുണ്ട്. കൗതുക ലേശം കൂടുതലാണ്. അയാൾ എന്തായാലും ഒരുപാട് തെറി വിളിക്കുന്ന ആളാ. അയാൾ അത് വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ആ വ്യക്തിന്റെ അടുത്ത് പുറകെ നടന്ന് സോറി പറയും. നാറിയുടെ വീട്ടിൽ ഉണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ല എന്ന് പറയില്ല. അല്ല ഞാൻ പോകുമ്പോഴും വരുമ്പോഴൊക്കെ കിട്ടുന്ന സമയം ട്രിഗർ ചെയ്യുക, ഓരോ കമന്റ് അടിക്കുക. വൃത്തിയുടെ സംസാരം ഒന്നും അവിടെ പറ്റില്ല. എടാ കുട്ട ഞാൻ കുടി നിർത്തി, അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാട്ടിൽ നിന്ന് പോയി. ഇതിനെ പറ്റി ഒന്ന് സംസാരിക്കാൻ വെക്കേണ്ട എപ്പിസോഡിൽ അത് വന്നില്ല. അപ്പോ അതെ ഈ നാട് മൊത്തം അറിഞ്ഞു, നീ ഇതുവരെ അറിഞ്ഞില്ലേ? ആ സമയത്താണ് അപ്പാനി എവിക്ട് ആവുന്നത്. അപ്പൊ ഓൾറെഡി അപ്പാനി പോകണമെന്ന് എനിക്ക് അപ്പാനി ഔട്ട് ആവണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സാറിന്റെ റിവ്യൂ ഞാൻ ചോദിച്ചോ, എനിക്ക് സൗകര്യമുള്ള ഞാൻ ചെയ്യും. അപ്പാനി എന്ന് പറയുന്ന ഒരു ഗെയിമർ വിളിക്കുന്ന തെറികളൊക്കെ ഞാൻ പിന്നീട് സോഷ്യൽ മീഡിയ നോക്കിയ സമയത്ത് കമന്റ്സിലൂടെ എനിക്ക് മനസ്സിലായി. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല. എന്തുകൊണ്ടാണ് പുള്ളിയുടെ കാര്യങ്ങൾ വെളി വരാത്തത്? എനിക്കറിയില്ല. ഗ്ലോറിഫൈ ചെയ്യണം. അപ്പൊ തെറി വിളിക്കുന്ന ഒരാൾ ബിഗ് ബോസിന് മാൻലി ആയിട്ടുള്ള വ്യക്തിയാണോ? വേണ്ടാത്തൊന്നും വിളിച്ചു പറയരുത് കേട്ടോ.